അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രം വലിയ കുന്നം ചാലാപ്പള്ളി. ഇവിടെ ഇപ്പോൾ പൂരമഹോത്സവം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ സപ്താഹം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നും സദ്യയുണ്ട്, അന്നദാനമാണ്. നമ്മൾ കഴിക്കുന്നതോടൊപ്പം തന്നെ ഇവിടുന്ന് 250 പേർക്ക് റാന്നി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് അന്നദാനം എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അന്നദാന ചടങ്ങിൽ എല്ലാവരും കഴിവതും എത്തിപ്പെടേണ്ടതാണ്. അവിടെ ചെന്ന് അന്നം കഴിഞ്ഞ് അവിടുത്തെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കേണ്ട ഭംഗിയായി നടത്താൻ കഴിയും. അപ്പൊ അതുപോലെ തന്നെ അന്നദാനം സമർപ്പിക്കുന്നത് പോലെ തന്നെ ഈ ആതുര സഹായ വഞ്ചിയിലേക്കും നിങ്ങൾ അകമഴിഞ്ഞ സഹായം ചെയ്യണം. ഈ ക്ഷേത്രത്തിന്റെ പേരിൽ ഈ നാട്ടില് ജാതി മതഭേദമന്യേ സമൂഹത്തില് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കൊരു കൈത്താങ്ങ് എന്ന രീതിയിലാണ് ഈ സമ്പത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ക്ഷേത്രത്തിലെ കാണിക്കയുടെ ഒരു 20% സമ്പത്ത് കൂടി കമ്മിറ്റി സമർപ്പിക്കും. അപ്പൊ മഹാസമർപ്പണമായി മഹർഷി പറഞ്ഞിരുന്നത് ശമം ദമം, മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചവനാണ് ബ്രാഹ്മണൻ. കോപം, കാമം അങ്ങനെയുള്ള വികാരങ്ങൾക്ക് അടിമപ്പെടാതെ മനസ്സ് നിയന്ത്രിക്കണം. ശമം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. കണ്ണ്, ചെവി, നാവ്, ഈ ഇന്ദ്രിയങ്ങളെ ഒക്കെ നിയന്ത്രിച്ചവനാണ് ബ്രാഹ്മണൻ. സത്യം പറഞ്ഞ് ജീവിക്കുന്നവനാണ് ബ്രാഹ്മണൻ. ശുദ്ധി പാലിക്കുന്നവനാണ് ബ്രാഹ്മണൻ. ആഹാരത്തിൽ ശുദ്ധി വേണം, വസ്ത്രധാരണത്തിൽ ശുദ്ധി വേണം, സംസാരത്തില് വാക്ശുദ്ധി വേണം. ഒരാളുടെ സംസാരം കേട്ട് ഇവൻ യോഗ്യനാണോ അല്ലയോ എന്ന് തീരുമാനിക്കണമെന്ന് നോക്കൂ. അപ്പൊ ശുദ്ധി ജീവിതത്തിൽ പുലർത്തണം. പിന്നെ പറഞ്ഞു, ജ്ഞാനതലത്തിൽ ചിന്തിക്കുന്നവനാണ് ബ്രാഹ്മണൻ. എപ്പോഴും ജ്ഞാനം, അറിവ് ഈ രീതിയിലൊക്കെ കിട്ടും.